ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള ഡിവോൺഷെയർ മാളിൽ വന്നേക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. ഈ ലോറേനെ ഞങ്ങൾ സ്ട്രോളറിലൊക്കെ ഇരുത്തി. അതാണല്ലോ കുറച്ചുകൂടെ സുഖം. ഫസ്റ്റ് ഷോപ്പിംഗ് തന്നെ ഡ്രസ്സാവട്ടെ എന്ന് വിചാരിച്ചു. ബിക്കോസ് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വെഡിങ് ആണ്. അപ്പം അവരുടെ തീം ഒരു ബ്ലൂ ആണ്. അപ്പം ഞാൻ അതാണ് ഈ നോക്കുന്നത്, ബ്ലൂ തീമിലെ ഡ്രസ്സുകളൊക്കെ. കുറച്ചൊക്കെ ഇങ്ങനെ ഞാൻ ഓരോന്നൊക്കെ നോക്കി സെലക്ട് ചെയ്യുവാണ്. പിന്നെ വേറെയൊക്കെ കണ്ടപ്പോൾ അതിലേക്ക് കണ്ടുപോയി. പിന്നെ ഒരെണ്ണം ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താ പിന്നെ അടുത്ത കടയിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് എനിക്ക് പറ്റില്ല. എനിക്ക് തോന്നുന്നു ബ്രൈഡ്സിന് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ഒരു ബെറ്റർ. പിന്നെ ഞങ്ങൾ അടുത്ത ഷോപ്പിൽ പോയി. മാളിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ കുറേ ഷോപ്സ് ഉണ്ടല്ലോ, നമുക്ക് വാങ്ങിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലെങ്കിലും ചുമ്മാ കയറി നടക്കാമല്ലോ. അങ്ങനെ ഇവിടെയൊക്കെ വന്ന് നോക്കിയപ്പോഴത്തേന് എനിക്ക് എടുക്കാനാണ് വന്നത്. പക്ഷേ ശരിയാണ് ഇപ്പോൾ പിന്നെ ഡ്രസ്സ് എടുക്കാൻ നോക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി H&M കയറി. എന്താണെന്നറിയില്ല, ബ്ലൂ മാത്രം എടുക്കാൻ ചെല്ലുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത് മാത്രം എൻ്റെ കണ്ണിൽ പിടിക്കാതെ ബാക്കി എല്ലാ കളേഴ്സും ഞാൻ കാണുന്നുണ്ട്. പിന്നെ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അതുണ്ടാവത്തില്ല. അല്ലാതെ എപ്പോൾ പോയാലും ആ കളേഴ്സ് ഞാൻ കാണുന്നത്. പിന്നെ ബോയ്സിനും ഉണ്ട് അവരുടെ ഒരു ഡ്രസ് കോഡ്. അങ്ങനെ ഡാഡ് അവിടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാനും ഇലോറയും കുറച്ചൊക്കെ ഫോട്ടോസും പോസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇലോറയ്ക്കും ഉണ്ട് കേട്ടോ ഡ്രസ്സ് നോക്കുന്നതൊക്കെ. ഈ പാൻറ് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല രസമായിട്ടുണ്ട്, ഇത് ഇട്ട അടിപൊളിയായിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിതാ വേറൊരു ഷോപ്പിൽ കയറി. ഇവിടെ വരുമ്പോൾ പിന്നെ എല്ലായിടത്തും ഒന്ന് കയറണമല്ലോ, ഒന്ന് വാങ്ങിച്ചില്ലെങ്കിൽ പോലും. പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി, നല്ല എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ വന്നിട്ട് അവസാനം ജെറി വാങ്ങിച്ചു. ഇതാണ് എപ്പോഴും സംഭവിക്കുന്നത്. മാളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ കയറാതിരിക്കാൻ പറ്റത്തില്ല. എന്താണെന്നറിയത്തില്ല, ഇവിടുത്തെ ജ്യൂസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. സ്പെഷ്യലി ഈ മാംഗോ ഡയമണ്ട് സ്ലഷ്. പിന്നെ ജെറിക്ക് അത് വേണ്ട, സാധാരണ ഒരു വാട്ടർമെലൺ ജ്യൂസ് മതിയെന്ന് പറഞ്ഞു. അവിടെ ജ്യൂസ് മാത്രമല്ല കേട്ടോ, പല ഓപ്ഷൻസും ഉണ്ട് അവിടെ. ജ്യൂസിൻ്റെ തന്നെ വെറൈറ്റീസ്. ഇതിൻ്റെ അകത്ത് അവർ മാംഗോയുടെ ചങ്ക്സും ഒക്കെ ഇട്ടാണ് തരുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഐക്കയിൽ ഇങ്ങനെ ഡിസ്പ്ലേസൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് കയറി നോക്കി. നല്ല ഭംഗിയുണ്ട് എല്ലാവരും കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങി അടിച്ച് കാണാനായിട്ട് കയറി അതിൻ്റെ അകത്ത്. സെഫോറ കണ്ടപ്പോൾ തന്നെ ജെറി എൻ്റെ കൈ പിടിച്ച് വലിക്കുക ഇങ്ങോട്ട് പോകുന്നത്. അവിടുന്ന് വലിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ്. പക്ഷെ അങ്ങനെ ഓഫേഴ്സൊന്നും കാണാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കയറിയില്ല. ജസ്റ്റ് ഒന്ന് വിൻഡോ ഷോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നു. ഇവിടെ ഞാൻ നോക്കിയപ്പം കുഞ്ഞു പിള്ളേരുടെ ഡ്രോയിങ് കോമ്പറ്റീഷനാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറേ പിള്ളേർ അവിടെ ഇരുന്ന് ഡ്രോയിങ്സൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അധികം ഓപ്ഷൻസ് ഒന്നുമില്ല, എന്നാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് വയറ്റിലേക്ക് ചെല്ലണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ചൈനീസ് നൂഡിൽസ് അങ്ങനത്തതും വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, അവിടെ നിന്നൊക്കെ വാങ്ങിച്ച് ഞാനും ഇലോറയും കൂടെ വെയിറ്റിങ്ങിലാണ്. ഇലോറ പിന്നെ എന്തൊക്കെയോ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൾക്ക് ആക്ച്വലി താഴത്തേക്ക് ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു. എന്നാൽ പിന്നെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇലോറയും കൊണ്ട് പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കുന്നത് ഇപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തൊക്കെ പോകുന്നതും. ഇങ്ങനെയൊക്കെ പോയാണല്ലോ പിന്നെ നമ്മൾ പഠിക്കുന്നത്. പിന്നെ അവളുടെ കുറച്ച് കുസൃതിയും തമാശകളും നമ്മളങ്ങ് അംഗീകരിച്ച് കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവസാനം അവൾ അതിൻ്റെ അകത്തുനിന്ന് സ്ട്രോളറിൽ നിന്നൊക്കെ ഇറങ്ങി താഴെ ഡാഡയുടെ കൂടെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങി. കൈ പിടിച്ചൊക്കെ നടക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇവളങ്ങ് ഓടാൻ തുടങ്ങും. പണ്ടൊക്കെ എന്ത് കുഞ്ഞായിരുന്നല്ലേ, ഇപ്പം കൈ പിടിച്ച് നടന്ന് വലിയ ആളെ പോലെ ഓരോന്നൊക്കെ ചെല്ലുമ്പോൾ ചൂണ്ടിക്കാണിക്കുവാണ്. ഇപ്പം ഞങ്ങളുടെ എൻജോയ്മെൻറ്റ് മാത്രമല്ലല്ലോ, അവളെയും കൂടെ നോക്കണമല്ലോ. അങ്ങനെ അവളെയും ഇതിലൊക്കെ കയറ്റി കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇനി മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.